ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് ഞാൻ പൈനാപ്പിൾ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് 1-2 മാസം കേടുകൂടാതെ സൂക്ഷിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ജ്യൂസ് കുടിക്കണം തോന്നുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം. നമ്മളിത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിനൊക്കെ വളരെ ഉപകാരമാവും. നോമ്പിനൊക്കെ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ വെച്ചാണ് ഈ ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. ഏകദേശം 1 കിലോ വരുന്ന പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലിയും ഉള്ളിലുള്ള ഒരു കട്ടിയുള്ള ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ സ്ക്വാഷ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചിയും പൈനാപ്പിളും കൂടെ ഒന്ന് അരച്ചെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി ഭാഗം പൈനാപ്പിളാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയിൽ നിന്ന് പകുതി ഭാഗം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ നൈസായിട്ടുള്ള ഒരു അരിപ്പയിൽ വെച്ച് വേണം കേട്ടോ അരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ അരിച്ചെടുത്താലും മതി. ഈ ഒരു ഇഞ്ചിൻ്റെയും പൈനാപ്പിളിൻ്റെയും നാരൊന്നും ഈ ഒരു ജ്യൂസിൽ വരാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൈനാപ്പിളും ഇഞ്ചിയും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പ്യൂരി ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ. പിന്നെ സ്ക്വാഷിൽ എപ്പോഴും മധുരം നല്ലോണം വേണം. പിന്നെ നമ്മളിതിൽ മധുരമൊന്നും ചേർക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ആ ഒരു സ്ക്വാഷിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ കുറച്ച് പത വരും. ഈ ഒരു പത നമ്മൾ കോരി മാറ്റണം. ഈ ഒരു പൈനാപ്പിൾ പ്യൂരിയും പഞ്ചസാരയും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഈ ഒരു പത ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ ഈ ഒരു പത നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു പ്യൂരിയിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ പതൊക്കെ പറ്റ പോയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു പൈനാപ്പിൾ പ്യൂരി കിട്ടും. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒരു 15 മിനിറ്റ് വരെ ടൈം എനിക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ സ്ക്വാഷിൽ പ്രിസർവേറ്റീവായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എടുത്തിട്ടുള്ള പൈനാപ്പിളിന് കളർ കുറവായിരുന്നു. എൻ്റെത് ഫിലിപ്പീൻ്റെ പൈനാപ്പിളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കളർ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം നമ്മൾ ബോട്ടിലാക്കി സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബോട്ടിലും ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലിൽ വേണം നമ്മൾ ഈ ഒരു സ്ക്വാഷ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് 2-3 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ സ്ക്വാഷ് നന്നായിട്ട് തണുത്ത ശേഷം ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.
മാസങ്ങളോളം സൂക്ഷിക്കുക, അത് കേടായി പോകുന്നില്ല. ഇനി ഒരു സ്ക്വാഷ് വെച്ചിട്ട് ഡ്രിങ്കും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സ്ക്വാഷ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണ് പൈനാപ്പിൾ സ്ക്വാഷാണ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം എടുക്കുക, അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ എടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു സ്ക്വാഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇപ്പോൾ പൈനാപ്പിൾ വെച്ചല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ചെയ്യാം. അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെയുള്ള ടൈമല്ലേ നാട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ചക്കയും മാങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതുപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോൽമ്പിനാണെന്നുണ്ടെങ്കിലും പിന്നെ ഇപ്പോൾ ചൂടല്ലേ, ചൂടിനൊക്കെ കുടിക്കാൻ നല്ലതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലേറെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അതുപോലെ ഷിഗാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്